ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 PSCയുടെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എക്സ്പ്ലനേഷൻസുമാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്കിനിയും വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. സോ ഇതാവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ ആൾജിബ്രായിക് സം ഓഫ് ഡീവിയേഷൻസ് ഓഫ് എ സെറ്റ് ഓഫ് n values from their arithmetic mean is ഓപ്ഷൻ എ n, ഓപ്ഷൻ ബി 0, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി none of this. So the algebraic sum of deviations of a set of n values from their arithmetic mean. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ, 0. അതെങ്ങനെയാണ് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ലെറ്റ് ദ വാല്യൂസ് ബി a1, a2, a3 എക്സെട്ര an. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീൻ എന്തായിരിക്കും? ഇതിൻ്റെ സമ്മ് ഡിവൈഡഡ് ബൈ n, അതായത് a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് an ഡിവൈഡഡ് ബൈ n അല്ലേ? സോ അതിൽ പറഞ്ഞിരിക്കുന്ന എന്താ? ആൾജിബ്രായിക് സം ഓഫ് ഡീവിയേഷൻസ് ഫ്രം മീൻ. അപ്പോൾ ഈ മീനിൽ നിന്ന് ഓരോ വേരിയബിളും ഓരോ വേരിയബിളിൽ നിന്ന് ഈ മീൻ നമ്മൾ സബ്സ്ട്രാക്റ്റ് ചെയ്ത് അതിൻ്റെ സമ്മ്, ടോട്ടൽ സമ്മ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ വേരിയബിളിൽ നിന്നും ഈ മീൻ കുറച്ചിട്ട് ആഡ് ചെയ്ത് പോകാം. സോ a1 മൈനസ് mean, that is a1 plus a2 plus a3 etc. an divided by n, bracket close, plus അടുത്ത വേരിയബിൾ a2 മൈനസ് mean plus etc. plus an മൈനസ് mean. ഇനി ഈ a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര an ഡിവൈഡ് ബൈ n എന്ന് പറയുന്നത് ഇവിടെ കോമൺ ആണ്, n ടൈംസ് ഉണ്ട് താനും. സോ നമുക്ക് അത് പുറത്തെടുത്തിട്ട് വിച്ച് ഈസ് ഈക്വൽ ടു a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് an മൈനസ് n ടൈംസ് ആണ് ആ മീൻ ഉള്ളത്. സോ n ഇൻറ്റു മീൻ. ഇവിടെ എന്നും എന്നും കട്ടായി പോവും. ദെൻ ബാക്കിയുള്ള വേരിയബിൾസ് എല്ലാം കട്ടായി പോവും, എല്ലാം സെയിം ആണ്. a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര an-ഉം പിന്നെ മൈനസ് ബ്രാക്കറ്റിനകത്തോട്ട് പോകുമ്പം ആ വേരിയബിൾസ് എല്ലാം മൈനസ് ആയി നെഗറ്റീവ് ആവും. സോ നെഗറ്റീവും പോസിറ്റീവും കൂടെ എല്ലാം കട്ടായി 0 ആവും. സോ ദ ആൻസർ ഇസ് 0. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് മെഷർ ഓഫ് ലൊക്കേഷൻ വിൽ ബി സ്യൂട്ടബിൾ ടു കമ്പയർ ഹൈറ്റ്സ് ഓഫ് സ്റ്റുഡൻസ് ഇൻ 2 ക്ലാസ്സസ്? 2 ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ്സ് കമ്പയർ ചെയ്യാൻ ഇതിൽ ഏത് മെഷേഴ്സാണ് യൂസ് ചെയ്യുന്നത്? എ മീൻ, ബി മീഡിയൻ, സി മോഡ്, ഡി നൺ ഓഫ് ദിസ്. ഓഫ് കോഴ്സ് വി ഓൾ നോ ഇറ്റ് ഈസ് എ മീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ജിയോമെട്രിക് മീൻ ഓഫ് 2, 4, 16 ആൻഡ് 32 ഈസ്. ജിയോമെട്രിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: root of nth root of x1 into x2 etc. xn. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നതാണ് n. സോ ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 1, 2, 3, 4 ടേംസ് ഉണ്ട്. അപ്പോൾ 4th റൂട്ട് ഓഫ് 2 ഇൻറ്റു 4 ഇൻറ്റു 16 ഇൻറ്റു 32 ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. സോ ദ ഓപ്ഷൻ ഈസ്, കറക്റ്റ് ആൻസർ ഈസ് 8, ഓപ്ഷൻ സി. Next question: a distribution with more than 2 modes is called. more than 2 എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും മൾട്ടി മോഡൽ ആയിരിക്കും. സോ the answer is option C, multi model. Next question: in a frequency curve of scores, the mode was found to be higher than the mean. This shows that the distribution is symmetric, negatively skewed, പോസിറ്റീവ്ലി സ്ക്യൂഡ്, നോർമൽ. ഫ്രീക്വൻസീസ് കർവ് എന്ന് പറയുന്നത് മോഡിനെക്കാട്ടിലും വലുതായിട്ടാണ്, ഫ്രീക്വൻസി കർവ് എന്ന് പറയുന്നത്
അതിൽ മോഡ് വാസ് ഫൗണ്ട് ടു ബി ഹയർ ദാൻ മീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് നെഗറ്റീവ്ലി skewed. Next question, factorization theorem for sufficiency is known as A. Rao-Blackwell theorem, B. Cramer-Rao theorem, C. Chapman-Robbins theorem, D. Fisher-Neyman theorem. It is option D, Fisher-Neyman theorem. Factorization theorem for sufficiency എന്ന് പറയുന്നത് Fisher-Neyman theorem ആണ്. Next question, if the expected value of an estimator is not equal to its parameter function tau of theta, it is said to be A. unbiased estimator, biased estimator, consistent estimator, none of the above. Answer is option B, biased estimator. Next question, estimate and estimator are A. synonyms, B. related to population, C. different, D. none of the above. ഓപ്ഷൻ എ എന്ന് പറയുന്നത് സിനോണിംസ്, രണ്ടും സെയിം ആണ് അതിൻ്റെ അർത്ഥം. ബി എന്ന് പറയുന്നത് റിലേറ്റഡ് ടു പോപ്പുലേഷൻ, സി ഡിഫറെൻറ്റ്. ആക്ച്വലി എസ്റ്റിമേറ്റും എസ്റ്റിമേറ്റർ എന്ന് പറയുന്നതും രണ്ടും ഡിഫറെൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ സാമ്പിൾ വേരിയൻസ് ഈസ് ആൻ എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ വേരിയൻസ് എന്ന് പറയും. അപ്പോൾ സാമ്പിൾ വേരിയൻസ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്ററും പോപ്പുലേഷൻ വേരിയൻസ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റും ആയാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. ദെൻ സോ ദ ആൻസർ ഇസ് സി, ഡിഫറെൻറ്റ്, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ഐഡിയ ഓഫ് testing of hypothesis was first set forth by A. R. A. Fisher, B. J. Neyman, C. E. L. Lehman, D. A. Wald. The correct answer is option B, J. Neyman. So thanks for watching. ഇനിയും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻസും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.